നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി കോൺഗ്രസ് സംഘടനയിൽ ആകമാനം അഴിച്ചുപണി നടത്തിയില്ലെങ്കിൽ മൂന്നാം തവണയും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. കേരളത്തിലെ പ്രമുഖ കോൺഗ്രസ് നേതാക്കളെയെല്ലാം ഹൈക്കമാൻഡ് ഈ വിവരം ധരിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് സംഘടനാ സംവിധാനമാകെ ഇപ്പോൾ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന അവസ്ഥയിലാണെന്ന് പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ തന്നെ രഹസ്യമായി സമ്മതിക്കുന്നു. KPCC അധ്യക്ഷൻ എന്ന നിലയിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ആരോഗ്യപരമായി ഇപ്പോൾ കെ സുധാകരനുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് KPCC ഓഫീസിൽ തന്നെ വരുന്നത് അപൂർവമാണെന്നുമാണ് ഈ നേതാക്കൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ കോൺഗ്രസിൽ സമൂലമായൊരു അഴിച്ചുപണി ഉണ്ടായില്ലെങ്കിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ തിരിച്ചടി തന്നെ കോൺഗ്രസിന് ഉണ്ടാകുമെന്നും മൂന്നാം തവണയും പ്രതിപക്ഷത്തിരിക്കേണ്ട അവസ്ഥ വന്നാൽ പിന്നെ കോൺഗ്രസ് എന്ന പാർട്ടി കേരളത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ലെന്നുമാണ് ഈ നേതാക്കളെല്ലാം കരുതുന്നത്. കോൺഗ്രസ് ഹൈക്കമാൻഡാകട്ടെ വളരെ ഗൗരവമായി ഈ വിഷയം കൈകാര്യം ചെയ്യുന്നുമുണ്ട്. എന്നാൽ കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ അവിടെ പിന്നെ ആരെ ഇരുത്തും? അതാണ് തർക്കം, അതാണ് പ്രശ്നം. പകരം ഒരാളെ കണ്ടുപിടിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. കോൺഗ്രസ് ഹൈക്കമാൻഡ് തലപുകഞ്ഞാലോചിച്ചിട്ടും കെ സുധാകരന് പകരക്കാരനെ കണ്ടെത്താൻ സാധിക്കാത്തതാണ് ഈ വിഷയങ്ങളുടെ എല്ലാത്തിൻ്റെയും കാതൽ. പല പേരുകൾ ഉയർന്നു വന്നെങ്കിലും അതൊന്നും പരസ്പരം ഒക്കാതെ അല്ലെങ്കിൽ പരസ്പരം അംഗീകരിക്കപ്പെടാതെ തട്ടിത്തിരിഞ്ഞു പോവുകയായിരുന്നു. കേരളത്തിൽ പുതിയൊരു KPCC അധ്യക്ഷനും സംഘടിപ്പിക്കപ്പെട്ട DCCകളും ഇല്ല എങ്കിൽ വരുന്ന 2 തെരഞ്ഞെടുപ്പുകളിലും വലിയ തിരിച്ചടി തന്നെ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് ചിന്തിക്കുന്നത് മറ്റൊരു കാര്യമാണ്. കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിലനിർത്തിക്കൊണ്ട് ഒരു പുതിയ ഹൈ പവർ കമ്മിറ്റി ഉണ്ടാക്കുക. മുൻ KPCC അധ്യക്ഷന്മാർ, നിയമസഭാ കക്ഷി നേതാവ്, ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ്, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ, UDF കൺവീനർ, ഇവരെല്ലാം ഒതുങ്ങുന്ന ഒരു കോർ ഗ്രൂപ്പിന് രൂപം നൽകി അവരെ പാർട്ടിയുടെ നിയന്ത്രണത്തിൽ കാര്യങ്ങൾ ഏൽപ്പിക്കുക എന്ന ചിന്തയാണ് ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഉള്ളത്. കാരണം കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുക അത്ര എളുപ്പമല്ല. മാറ്റിയാൽ തന്നെ അദ്ദേഹത്തിന്റെ സമുദായത്തിൽപ്പെട്ട ഒരാളെ കണ്ടുപിടിച്ച് ആ സ്ഥാനത്തിരുത്തിയാലേ കാര്യങ്ങൾ ഭംഗിയായി മുന്നോട്ട് പോകൂ. കാരണം കോൺഗ്രസിലെല്ലാം ഒരു കമ്മ്യൂണൽ ബാലൻസിന്റെ പുറത്താണ് നടന്നു വരുന്നത്, CPM-നെ പോലെയല്ല. അതുകൊണ്ട് തന്നെ കെ സുധാകരൻ മാറുമ്പോൾ അദ്ദേഹത്തിന്റെ സമുദായത്തിൽപ്പെട്ട ആ ഒരു നേതാവ് വേണം KPCC അധ്യക്ഷനാകാൻ. അതല്ലെങ്കിൽ ഒരു ക്രൈസ്തവ നേതാവിനെ കൊണ്ടുവരാമെന്ന് വെച്ചാൽ അതിന് പറ്റിയ നേതാക്കൾ ആരും തന്നെ ഇപ്പോൾ കോൺഗ്രസിൽ ഇല്ല എന്നാണ് നേതാക്കൾ തന്നെ പറയുന്നത്. ബെന്നി ബെഹനാന്റെ പേര് ഉയർന്നു വന്നപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ എതിർപ്പ് പ്രശ്നമായി. ആന്റണിയുടെ പേര് ഉയർന്നു വന്നപ്പോഴും മറ്റു പല പ്രശ്നങ്ങളായിട്ട് ആ പേരുകൾ തട്ടിപ്പോയി. കടൂർ പ്രകാശിന്റെ പേര് ഉയർന്നു വന്നപ്പോൾ അദ്ദേഹം മദ്യവ്യവസായിയാണ്, മദ്യവ്യവസായിയെ KPCC അധ്യക്ഷനാക്കാൻ പറ്റുന്നില്ല എന്നുള്ള വാദമുയർത്തി VM സുധീരൻ അതിനെ തട്ടിത്തെറിപ്പിച്ചു. അതോടെ ഇപ്പോൾ KPCC അധ്യക്ഷനാകാൻ ആളില്ലാത്ത അവസ്ഥയിലാണ് കേരളത്തിലെ കോൺഗ്രസ്. ഈ അപകടം ശരിക്കും ഹൈക്കമാൻഡ് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് ഒരു ഹൈ പവർ കമ്മിറ്റിക്ക് രൂപം നൽകി KPCC അധ്യക്ഷന് മുകളിൽ ഒരു ഹൈ പവർ കമ്മിറ്റി ഉണ്ടാക്കി പാർട്ടിയുടെ നടപടിക്രമങ്ങൾ, പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് ആ കമ്മിറ്റിയെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചത്. ഏതായാലും 9ഓളം DCC അധ്യക്ഷന്മാരെ മാറ്റിയേ തീരൂ എന്നുള്ള നിലപാടിലേക്കാണ് ഹൈക്കമാൻഡ് പോകുന്നത്. കാരണം കേരളത്തിൽ 2ഓ 3ഓ DCC അധ്യക്ഷന്മാർ മാത്രമേ നന്നായി പ്രവർത്തിക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരെയും മാറ്റി പുതിയൊരു സംഘടനാ സംവിധാനം അതിന് പകരം കൊണ്ടുവരണമെന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നതെങ്കിലും KPCC അധ്യക്ഷനെ മാറ്റാതെ DCC അധ്യക്ഷന്മാരെ മാറ്റാൻ പറ്റില്ല എന്നുള്ള വിഷയമുള്ള സ്ഥിതിക്ക് കെ സുധാകരനെ മാറ്റാതെ ഈ പുനഃസംഘടന, താഴോട്ടുള്ള ഒരു പുനഃസംഘടനയും നടക്കില്ല എന്ന് ഹൈക്കമാൻഡ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തൽക്കാലം അടുത്ത തെരഞ്ഞെടുപ്പ് വരെ കെ സുധാകരനെ കസേരയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ ഒരു ചെറിയൊരു പുനഃസംഘടന അല്ലെങ്കിൽ ഒരു ഹൈ പവർ കമ്മിറ്റി രൂപീകരിച്ച് പാർട്ടിയുടെ എല്ലാ പരിപാടികളും, എല്ലാ നടപടിക്രമങ്ങളും, പ്രവർത്തന രീതികളെല്ലാം ആ കമ്മിറ്റിയെ ഏൽപ്പിച്ചിട്ട് അതിന് ഹൈക്കമാൻഡ് മേൽനോട്ടം വഹിക്കട്ടെ എന്നുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് അറിയുന്നു. ഏതായാലും കെ സുധാകരനും ഈ ഹൈ പവർ കമ്മിറ്റിക്ക് എതിരല്ല. കാരണം തന്റെ KPCC അധ്യക്ഷ സ്ഥാനം പോകരുതെന്ന് മാത്രമേ അദ്ദേഹത്തിന് നിർബന്ധമുള്ളൂ. വരുന്ന നിയമസഭ, തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകൾ ഏതാണ്ട് 1 കൊല്ലം മാത്രമേ ഉള്ളൂ. 1 കൊല്ലത്തിനുള്ളിൽ 2 തെരഞ്ഞെടുപ്പുകളെയാണ് കോൺഗ്രസ് നേരിടാൻ പോകുന്നത്. 2 തെരഞ്ഞെടുപ്പുകളിലും തിരിച്ചടി ഉണ്ടായാൽ അത് പിന്നെ കേരളത്തിലെ കോൺഗ്രസിന്റെ തന്നെ അന്ത്യം കുറിക്കുമെന്ന ഭയം എല്ലാവർക്കുമുണ്ട്. അതുകൊണ്ട് കെ സുധാകരനെ ഇനി മാറ്റി പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലതല്ലേ കെ സുധാകരനെ അവിടെ ഇരുത്തിക്കൊണ്ട് മറ്റൊരു കമ്മിറ്റി ഉണ്ടാക്കി അവരെ ഈ പാർട്ടിയുടെ ചുമതലകൾ ഏൽപ്പിക്കുന്നത് എന്ന രീതിയിലാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് മുന്നോട്ട് പോകുന്നത്.